ഗായ്സ്, നമ്മൾ ഇതിനകത്ത് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് ഇളക്കിയാലോ. ഇളക്കിയേ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇടാം. ഇപ്പം നമ്മൾ ഇട്ടേ, എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കണം. നിഹാര. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? പിന്നെ നമ്മൾ കുറച്ചും കൂടെ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ വെള്ളം മുഴുവനോട് അവിടെ ഒഴിച്ചിട്ടുണ്ട്, നിരത്തരുത് കേട്ടോ. ശരി, കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മതി. ഇനി ഇത് കുടിക്കുന്ന വെള്ളമാണ്, പക്ഷെ ചുമ്മാ ഒന്ന് ഒഴിച്ചെന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ വീണ്ടും ഇട്ടൊന്ന് ഇളക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നും ഇല്ല. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ലവ് ചിഹ്നം ഇടുവാണെങ്കിൽ ലവ് ചിഹ്നത്തിൻ്റെ സ്പെല്ലിങ്ങും കൂടെ എഴുതണേ. ആദ്യം ലവ് ചിഹ്നം ഇടുവാണെങ്കിൽ ലവ് ചിഹ്നത്തിൻ്റെ സ്പെല്ലിങ് എഴുതിയിട്ട് വേണം പിന്നെ ലവ് ചിഹ്നം ഇടാൻ. ഓക്കെ, കുറേ ഇളക്കി കൊടുത്തു. അതിന് ശേഷം ഏതെങ്കിലും ഒരു പാത്രം മതി. പാത്രം എടുത്തിട്ട് ഒന്ന് മൂടി വെക്കണം. ഒരു മിനിറ്റ്. ഈ പാത്രം കുറച്ച് നേരം മൂടി വെക്കുക. ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഫൈനലി നമ്മുടെ സാധനം റെഡി ആയെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ ഇതിപ്പോൾ റെഡി ആയിട്ടില്ല, ഞാൻ ഒന്ന് ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. ഇത് നമ്മളെ നല്ലൊരു സൂപ്പാണ് കേട്ടോ. ആദ്യം പറഞ്ഞു ഇത് നല്ലൊരു സൂപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു വീഡിയോ എടുത്തു, പക്ഷെ അത് പെട്ടെന്ന് കഴിഞ്ഞു പോയി. അറിയാണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തു പോയി. അതുകൊണ്ട് ഇതിനകത്ത് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് മറ്റേ ക്യാമറയെ കൊണ്ടുപോയി വീഡിയോ എടുക്കുക. അപ്പോൾ ഇത് അതിനകത്ത് വീഡിയോ എടുത്തതാണോ അതെയോ ആദ്യം ഇപ്പം എടുക്കുന്ന ഈ വീഡിയോയിൽ എടുത്തോന്നൊരു സംശയമുണ്ട്. സോ നമ്മൾ നല്ലൊരു സൂപ്പാണ്, ഭയങ്കര അടിപൊളിയായിരിക്കും കേട്ടോ. വീണ്ടും ഒന്ന് നമ്മൾക്ക് ഈ പാത്രം ഒന്ന് വെച്ച് കൊടുക്കാവേ. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണേ. ഇപ്പോഴാണ് നമ്മൾ സാധനം റെഡിയായത്. ഞങ്ങൾ കുറച്ച് ഫുഡ് ഇപ്പോൾ ഉച്ചയായില്ലേ, അതുകൊണ്ട് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ വാഴാട്ട് കാണാൻ പോവാം. ഓക്കെ, നമുക്കൊന്ന് കഴിച്ച് നോക്കാവേ. ഒരു മിനിറ്റ്, നമുക്കൊന്ന് കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. സൂപ്പർ. അടുത്ത വീഡിയോയിൽ കാണാം. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.